മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം മാതാപിതാക്കളോട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ കുട്ടികളെപ്പറ്റി പറയുന്നത് ദേ ആർ ദ ബെസ്റ്റ് ഒബ്സർവേഴ്സ് ആൻഡ് ദ വേസ്റ്റ് ഇൻ്റർപ്രറ്റേഴ്സ് എന്നാണ്. അവരെല്ലാം നിരീക്ഷിക്കും, അവരതിനെ നെഗറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത്. നിവൃത്തിയുള്ളിടത്തോളം അമ്മ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുകയും ഓമനിക്കുകയും ഒക്കെ ചെയ്യണം. ചിലപ്പോൾ അമ്മയ്ക്ക് ക്ഷീണമാണ്, ആയമാർ അത് ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് കുട്ടിയിലൊരു അൺവാണ്ടഡ് ഫീലിംഗ്, എന്നെ അമ്മയ്ക്ക് വേണ്ട എന്നൊരു ചിന്ത ഉണ്ടാക്കും. ഇനി കുട്ടികളുടെ ചർമ്മം വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇതാരാണ് തന്നെ സ്പർശിക്കുന്നത് എന്നും പെട്ടെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരുടെ ഡീലിങ്സിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ റിയാക്ഷൻസ് വരാൻ പോകുന്നത് പിന്നീടാണ്. ചെറുപ്പത്തിൽ കിട്ടുന്ന റിജക്ഷൻ എക്സ്പീരിയൻസിന് പൊതുവെ കുട്ടികളിൽ നിന്ന് റിയാക്ഷൻ വരുന്ന 19 വയസ്സ് കഴിയുമ്പോഴാണ്. നമ്മൾ പെട്ടെന്ന് കൊച്ചുകുട്ടിയല്ലേ, അതൊന്നും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഇതിനെ കരുതണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ അമ്മച്ചിമാരോട് പറയാനുള്ളത്, ഈ അമ്മിഞ്ഞപ്പാലെന്ന് പറയുന്നത് വലിയ എന്തൊക്കെയാണെന്ന് വർണ്ണിക്കാൻ പറ്റുകയില്ല. സ്നേഹവും കരുതലും ആത്മീയതയും ആത്മവിശ്വാസവും എല്ലാമാണ്. അത് വേണ്ടുവോളം ഒരു കുഞ്ഞിനെ കിട്ടുന്നുണ്ടോ എന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുകയില്ല. വേണ്ടുവോളം എന്നത് എത്ര നാളാണ് എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരവില്ല. ഞാൻ പറയും 5 വർഷമാണ് പൂർണ്ണമായിട്ടും കിട്ടേണ്ടത്. ഇത്രയൊന്നും കിട്ടുന്നില്ല. ഒരു 50%, 2.5 വർഷമെങ്കിലും കിട്ടിയാൽ ഓക്കെ, സാമാന്യം ഭേദപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കും. അതുകൊണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് വേണം ചെയ്യാൻ എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് വലിയ സുരക്ഷിതത്വബോധം നൽകുകയാണ്. വെറുതെ നൽകിയാൽ പോരാ. അമ്മച്ചിമാരെ, നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ കരവലയത്തിനുള്ളിലാക്കി വളരെ സ്നേഹത്തോടെ കുട്ടിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ആ കുട്ടി അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഒന്ന് പാറ്റി തൊടയിലൊക്കെ ഒന്ന് തട്ടി സ്നേഹത്തോടെ, അതുപോലെ ആ സമയത്തൊന്ന് വർത്തമാനം പറയുന്നത് നല്ലതാണ്. കൊച്ചിനോട് എന്നോട് കൂട്ടാ, കള്ളക്കുട്ട എന്നൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് ഒരു ഇത് കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഈ സമയം അതോടൊപ്പം ജോലിത്തിരക്ക് ബഹളം വെച്ച് ഓടിച്ചൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈശോയെ പരിചയപ്പെടുന്ന നല്ലതാണ്. കൊച്ചിനെ ഒക്കെ എടുത്ത് ഈശോപ്പനെന്തേ എന്നൊക്കെ ചോദിച്ച് ചാച്ചന്മാർ ചെയ്യില്ല, അത് വളരെ നല്ലതാണ്. സുഭാഷിതം 22:6 പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ കൊടുക്കുന്നത് കുട്ടികളുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപ്പത്തിലെ പള്ളിയിലെ കൊണ്ടുവന്ന് ഈശോയ്ക്ക് സ്തുതി ചെല്ലിക്കുക, വീട്ടിലച്ഛന്മാർ വരുമ്പം സ്തുതി ചെല്ലിക്കുക, നമ്മൾ മാതൃകയാവുക. നമ്മൾ ചെല്ലിയിട്ട് കുട്ടൻ കൊടുക്കുന്നില്ലേ സ്തുതി എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളും അത് നൽകും. അങ്ങനെ മാതൃകയായിട്ട് അവരെ വളർത്തണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കടന്നു ചെല്ലാം അല്ലേ. ഇന്നത്തെ ഒന്നാമത്തെ കത്ത് ആരുടേതാണ് നിമ്മി? ഇന്നത്തെ ആദ്യത്തെ കത്ത് ഗൾഫിൽ നിന്നും ഒരു തോമസ് ആണ് എഴുതിയിരിക്കുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിലും അവസരം കിട്ടുന്ന സമയങ്ങളിലും വചനം പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു ഭേദപ്പെട്ട കമ്പനിയിൽ മാനേജർ തസ്തികയിലാണ്. അവൾ സ്റ്റാഫ് നേഴ്സാണ്. പുറത്ത് ഞങ്ങൾ മാതൃകാ ദമ്പതികളാണ്. വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 3 മക്കളുമുണ്ട്. അച്ഛ, ഇപ്പോഴത്തെ പ്രശ്നം, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വഴക്കാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മിക്കവാറും അവൾ വഴക്കുണ്ടാക്കും. എനിക്ക് കഴിവില്ല, ഞാൻ പോരാ എന്നൊക്കെ അവൾ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ വചനപ്രഘോഷണം നടത്തുമ്പോൾ എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നു. പുറത്തെ ഒരു മുഖം, അകത്ത് മറ്റൊരു മുഖം എന്നോർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. ഞാൻ ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണം? വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമേ. തോമസ് വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് സംശയമില്ല. കാരണം വചനപ്രഘോഷണം നടത്തുന്നു, പക്ഷേ വീട്ടിൽ അസ്വസ്ഥതയുള്ളത് അദ്ദേഹത്തെ മനസാക്ഷിയെ
കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ, പ്രശ്നമല്ല, നല്ല കാര്യം, അത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് ഞാൻ നല്ല കാര്യമായിട്ട് കാണുകയാണ്. ആ അവസ്ഥ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. പുറമേ നല്ല സുവിശേഷ പ്രസംഗം എല്ലാവരും ആദരിക്കുന്നു, വീട്ടിൽ സ്വസ്ഥതയില്ലാത്തൊരവസ്ഥാവിശേഷം. പുറമേയുള്ള ശുശ്രൂഷകൾ തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഡിസ്കറേജ് ചെയ്യരുത്, ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് ഇനി ഇതൊക്കെ വിട്ടാലോ, അങ്ങനെ ചെയ്യരുത്. പുറമേയുള്ള ശുശ്രൂഷകൾ ചെയ്യണം. അനേകം ആളുകൾ അതിലൂടെ ഉപകാരം എടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ കിട്ടിയ അവസരങ്ങൾ പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അകമേ ഒരു മാറ്റം വരുത്തണം, അതൊരു റോളാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നത്. പക്ഷെ പുറമേയുള്ള കാര്യത്തിൽ മാറ്റം വേണ്ട എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ 10-ാം പീയൂസ് മാർപ്പാപ്പയെ ഓർത്തു പോവുകയാണ്. 10-ാം പീയൂസ് മാർപ്പാപ്പ നമ്മുടെ സഭയെ നയിക്കുന്ന സമയത്തൊരു കർദിനാൾ തിരുമേനി എന്ന് പറയുന്നുണ്ട്. സമൂഹം മുഴുവനും ഭയങ്കര തിന്മയാണ്, അപ്പോൾ എന്ത് ചെയ്യാം? മാർപ്പാപ്പ ചോദിച്ച് എന്ത് ചെയ്യാം? ഒരു ചാക്രിക ലേഖനം അങ്ങ് എഴുതാനേ എന്ന് പറഞ്ഞു. അപ്പം ശരിയാകുമെന്ന് ചോദിച്ചു. അല്ല, ഇപ്പോൾ നമ്മൾ തന്നെ എടുക്കുന്നു എന്നാൽ കർദിനാൾ. അപ്പം മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ വേറൊരു മാർഗം പറയട്ടെ, നമ്മൾ പുതിയ മാർഗമായിരിക്കും എന്ന് വിചാരിച്ച് കർദിനാൾ ചോദിച്ചു എന്താ? മാർപ്പാപ്പ പറഞ്ഞത്, ആദ്യം ഞാനങ്ങ് നന്നാകാം. ഞാൻ നന്നാകുന്ന കാണുമ്പോൾ കർദിനാൾ തിരുമേനിക്ക് നന്നാകണമെന്ന് തോന്നുകയില്ലെന്ന് ചോദിച്ചു. കർദിനാൾ നന്നാകുമ്പോൾ മറ്റൊരു 10 പേര്, ആ 10 പേര് നന്നാകുമ്പോൾ മറ്റൊരു 100, 1000. വാസ്തവത്തിൽ ഈ മാർപ്പാപ്പ അവതരിപ്പിച്ചത് വലിയൊരു ചിന്തയാണ്. ഈ ലോകത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ വേര് കിടക്കുന്നത് ഒരു വ്യക്തിയിലാണ്, ആ വ്യക്തി ഞാനാണ്. ഈ ഒരു മനോഭാവം അദ്ദേഹം ലോകത്തോട് പറയുകയായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ തോമസ് തീർച്ചയായിട്ടും നല്ല മനുഷ്യനാണ്, സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും കുറച്ചുകൂടെ സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണം, ജീവിതം കൊണ്ട് അവളെ മാറ്റിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തോമസ് ഈ ആത്മീയ ജീവിതത്തിൽ അങ്ങേയറ്റം വളർന്നിരിക്കുന്നത് കൊണ്ട്, പൂർണ്ണമായ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് അവളെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. സ്ത്രീയെ സ്വാധീനിക്കുന്ന ഏകശക്തി സ്നേഹമാണ് എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം പൂർണ്ണമായിട്ട് കൊടുക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവളെ നേടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി തോമസിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. കാരണം തോമസ് ഇത്ര നല്ല മനുഷ്യനും ആത്മീയ പ്രഘോഷകനുമായതുകൊണ്ടാണ് തോമസിനിത് പറ്റുമെന്ന് ഞാൻ പറയുന്നു. കാരണം കർത്താവിൻ്റെ ശക്തി തോമസിനോട് കൂടിയുണ്ട്. തോമസ് അതൊരു ഉൾവിളിയായിട്ടെടുത്തുകൊണ്ട്, വിളിക്കുള്ളിലെ വിളിയായിട്ടെടുത്തുകൊണ്ട് തോമസ് അവളെ നേടുവാനും ആ കുടുംബത്തെ ശരിയാക്കുവാനും സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനായിട്ട് തോമസ് പരിശ്രമിക്കണം, ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപ്പറ്റി എന്താണ് ടോമസിന് പറയാനുള്ളത്? ഈ കത്ത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു 6 മാസത്തിനകം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഏതാണ്ട് സമാനമാണ് ഈ വിഷയം. ഞാൻ ആ വിഷയത്തിലേക്ക് വന്നു. ഭാര്യയായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. ഭാര്യയായിട്ട് അദ്ദേഹത്തെ കേട്ട് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഭാര്യയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമൊക്കെ അവർ സഹകരിക്കാതെ പോയിരുന്നുവെങ്കിലും പിന്നെ അവസാനം സഹകരിച്ചവർ കാര്യങ്ങളിലേക്ക് കടന്നു വന്നപ്പം ഇവരുടെ കിടപ്പറയിലെ പ്രശ്നങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയത്. ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങളിൽ ആ വ്യക്തി, എൻ്റെ അടുത്ത് വന്ന ആ വ്യക്തി പെർഫെക്റ്റ് അല്ല. അപ്പം അത് കാരണം വർഷങ്ങൾ കഴിഞ്ഞു അവരുടെ കുടുംബജീവിതത്തിൽ. പക്ഷേ അവൾക്ക് ഇതുവരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. അതേപ്പറ്റി ഇയാൾ ബോധവാനും അല്ല. അതിൻ്റെ റിയാക്ഷനാണ് അവൾ കുടുംബത്തിൽ നടത്തിയിട്ട് കലഹവും പ്രശ്നങ്ങളുമായി മാറിയിരുന്നത്. അത് അവസാനം ഞാൻ അദ്ദേഹത്തെ കൂടെ വിളിച്ചു, രണ്ടുപേരെയും കൂടി വിളിച്ചു, അത് ബോധ്യപ്പെടുത്തി പരസ്പരം ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങളിൽ രണ്ടുപേരും സംതൃപ്തരാണോ എന്ന് അന്വേഷിക്കണമെന്നും അറിയണമെന്നും അത് പങ്കുവെക്കൽ ഇതിൻ്റെ ഭാഗമാണെന്നും മറ്റത് മിണ്ടാതെയും കേൾക്കാതെയും ഇതെന്തോ ഒരു പ്രക്രിയ നടത്തി പോകുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതും അതുമായിട്ട് സമാനമാണെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ. പക്ഷേ എങ്കിൽ അതിനുള്ള സാധ്യത കത്തിനകത്ത് നിങ്ങളെ കൊള്ളത്തില്ല, അല്ല കഴിവില്ല എന്നൊക്കെ ഉള്ള സൂചനയുള്ളതിപ്പം
ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് ഈ തോമസ് ഒന്നുകൂടെ ആ കാര്യത്തിലൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ എങ്കിലേ അവരൊന്നിച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നവരായിരിക്കും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ, ഞാനും ഗൾഫിലുണ്ടായിരുന്നതാണല്ലോ, നല്ല പ്രയർ ഗ്രൂപ്പുകളുണ്ട്. ശക്തമായിട്ട് അതിനകത്ത് വളരാൻ ഇവർക്ക് സാധിക്കും. അപ്പം അതിനകത്തെ ഈ മനോഭാവം ഒന്ന് ഇത് കറക്റ്റ് ചെയ്തിട്ട് ഉള്ളിലെ പ്രശ്നങ്ങൾ അച്ഛൻ ആദ്യം പറഞ്ഞത് തോമസിനോട് അടിവരയിട്ട് പറയാൻ ഞാനും ആഗ്രഹിക്കുക. സുവിശേഷ പ്രഘോഷണത്തിലുള്ള അവസരം ഒരിക്കലും കട്ട് ചെയ്ത് കളയരുത്. ഇത് ഒരു പക്ഷേ എങ്കിലും സാത്താൻ്റെ ഒരു പ്രലോഭനമാകാം ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. ഇവരുടെ വചനപ്രഘോഷണം ഇവർ മാതൃകാ ദമ്പതികളാണെന്ന് പറയുന്നു എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾക്കൊരു അപ്പീലിംഗ് ആയിരിക്കും. ഒരു മോഡലാകേണ്ടിടത്ത് വചനപ്രഘോഷണം നിർത്തി ഞാൻ അകത്തോട്ട് ഒതുങ്ങിയേക്കാം എന്നുള്ള ചിന്ത ഒരിക്കലും വേണ്ട. കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സുവിശേഷ മേഖലയിൽ ശക്തമായിട്ട് പോകണം. ഈ മേഖല ഒന്ന് ശ്രദ്ധിക്കുന്നതും വിശ്വാസത്തിൻ്റെ അച്ഛൻ പറഞ്ഞ എന്നോടൊക്കെ പൂരകമായിട്ട് ഞാനിതോടെ ചേർത്തു എന്ന് മാത്രം. തീർച്ചയായിട്ടും ആ ഒരു സൈഡിലൂടെ തോമസ് ചിന്തിക്കണം. ഒരുപക്ഷെ ഒരു രണ്ടുപേർക്കും ഒരു സന്തോഷപ്രദമായ ഒരു അനുഭവം അവരുടെ ഒന്നിച്ചുള്ള ജീവിതത്തിലുണ്ടോ എന്നുകൂടെ വിലയിരുത്തുവാൻ തീർച്ചയായിട്ടും തോമസ് അതിന് പരിശ്രമിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. ആ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കാം. നിമിക്കെന്താണ് അതേപ്പറ്റി പറയാനുള്ളത്? ഇവർ രണ്ടുപേരും തിരക്കിട്ട ജീവിതം. ഒരാൾ മാനേജർ പോസ്റ്റ്, ഒരാൾ സ്റ്റാഫ് നേഴ്സ്. അപ്പം രണ്ടുപേരും തിരക്കിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ കിട്ടുന്ന സമയം അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിന് പോകും. അപ്പം സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വേണ്ടത്ര സഹകരണം ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാര്യങ്ങളിലും ഇവർ രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് വീട്ടുകാര്യങ്ങളിലും ഭർത്താവും കൂടി സഹകരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഭാര്യയ്ക്ക് വേണ്ടത്ര സ്നേഹം കൊടുക്കുന്നുണ്ടോ അതറിയത്തില്ല. സുവിശേഷ പ്രഘോഷണം മാത്രമേ ഉള്ളൂ എന്നും അറിയത്തില്ലല്ലോ. അതൊന്നും അതിനകത്ത് വ്യക്തമല്ല. പിന്നെ അവർ ലൈംഗിക കാര്യങ്ങളിലും സംതൃപ്തരായിരിക്കത്തില്ല. ഒരു കാര്യം ആ കാര്യത്തിൽ സംതൃപ്തയാണെങ്കിൽ ഒരു പക്ഷേ അവൾ ഇതിനൊന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ല. പിന്നെ ഈ ഭർത്താവിനോട് സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷേ അവളത് പ്രകടിപ്പിക്കുന്നില്ല. അവൾ ഇവന് കഴിവില്ല എന്നൊക്കെ പറയുമ്പം അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എവിടെ കൃപ വർദ്ധിക്കുന്നു അവിടെ പാപവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ച് നടക്കുന്നു. പ്രാർത്ഥന എവിടെ ആ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ സാത്താൻ കൊണ്ടുവരുന്ന ഒരു പ്രലോഭനം കൂടി ആകാൻ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ടോമിഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് നിമ്മയുടെ അഭിപ്രായം അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതായത് അവരുടെ രഹസ്യ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിദായകമായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഇടപെടണം. അതോടൊപ്പം തന്നെ പിശാചിൻ്റെ പ്രലോഭനമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെ അതിജീവിക്കാനായിട്ട് പരിശ്രമിച്ച് മുന്നേറണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം. കൂടുതൽ നന്മ ആ കുടുംബത്തിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടന്നാലോ? അച്ഛാ, അടുത്ത കത്ത് ബാംഗ്ലൂരിൽ നിന്നും സിൽവി എഴുതുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾ വിവാഹിതരായിട്ട് 26 വർഷമായി. ഞങ്ങൾക്ക് 3 മക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും കോൺട്രാക്റ്റ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നവരാണ്. അതോടൊപ്പം കിട്ടുന്ന സമയങ്ങളിൽ വചന ശുശ്രൂഷയും ചെയ്യാറുണ്ട്. ഞാൻ കൗൺസിലിംഗ് നടത്തി അനേകം ആളുകളെ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാളുകളായി എൻ്റെ ഭർത്താവിന് എൻ്റെ ശുശ്രൂഷകൾ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങുന്നു എന്ന ചിന്തയുണ്ടായി. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അതൊരു വിഷമം ഉണ്ടെന്നതാണ്. ആയതിനാൽ ഞാൻ ഇനി അധികം ശുശ്രൂഷകൾക്ക് പോകേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ആളുകൾ എന്നെ അന്വേഷിച്ച് എത്താറുണ്ട്. ഒത്തിരി ദുഷ്ടാരൂപികളിൽ നിന്നും പലരെയും പ്രാർത്ഥിച്ച് വിമോചനം നൽകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു സംശയം, ആ തിന്മയുടെ അരൂപികൾ ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഉലയ്ക്കുന്നുണ്ടോ എന്നാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? വ്യക്തമായ മറുപടി നൽകണമേ. ഇന്നത്തെ 2 കത്തുകളും ശുശ്രൂഷകരുടേതാണ്. ആദ്യത്തേത് അതുപോലെ തന്നെ ഒരു ശുശ്രൂഷകരാണ്. ഇവിടെ സിൽവിയുടെ വിഷമം തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. 2 പേര് ശുശ്രൂഷകരാണെങ്കിലും ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ട് കാണുന്നത്. അത് പരിഹരിച്ചെടുക്കേണ്ടതാണ്. സിൽവി തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തിന്മയുടെ സ്വാധീനമുണ്ടോ എന്നൊരു സംശയമൊക്കെ സിൽവി പറയുന്നുണ്ട്. അതിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് വളരെ കെയർഫുള്ളായിട്ടൊന്ന് അത് ശരിയാക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സിൽവിയോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി ഒരു അംഗീകാരം അദ്ദേഹത്തിന് നൽകുന്നത് നല്ലതാണ്. ഇപ്പം പ്രാർത്ഥനാ ഫീൽഡിൽ സിൽവിയുടെ കത്തിലൂടെ മനസ്സിലാവുന്നത് കൂടുതൽ ആളുകൾ സിൽവി അന്വേഷിച്ച് വരുന്നുണ്ട്. തിന്മയുടെ സ്വാധീനങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഒരു അംഗീകാരത്തിൻ്റെ കുറവ് അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെടുന്നു. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തെ ആളുകൾ വരുന്നതാണ്. പക്ഷേ സിൽവിക്ക് കുറച്ചുകൂടെ ഈ അംഗീകാരം ഈ ഭർത്താവിന് കൊടുക്കുവാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശുശ്രൂഷ വലിയ കാര്യമായിട്ട് എടുത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ എല്ലാ ശുശ്രൂഷ, നമ്മളെല്ലാം ശുശ്രൂഷകരാണ്. പക്ഷേ നമ്മൾ യോഹന്നാൻ മാംദാനായുടെ റോളിലാണ്, കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അത് വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നുണ്ട്, വേറൊരു വ്യക്തിക്ക് എനിക്ക് കിട്ടിയ കൃപ കിട്ടിയിരുന്നെങ്കിൽ ആ വ്യക്തി എത്രയോ വലിയ വിശുദ്ധനാകുമായിരുന്നു. അപ്പോൾ നമുക്ക് ദൈവകൃപ കിട്ടി, അതുകൊണ്ട് നമ്മളെ കൊണ്ട് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. വല്ലഭന് തുരുമ്പും ആയുധം എന്നേ ഉള്ളൂ. അല്ല നമ്മുടെ ഒരു കഴിവോ നമ്മുടെ ഒരു സിദ്ധിയോ നമ്മുടെ വിശുദ്ധിയോ അല്ല ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് സിൽവി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് അതെടുത്ത് പറയാതെ അതെല്ലാം ദൈവദാനമായിട്ടെന്ന് കരുതുക, നമ്മൾ വെറും ഉപകരണങ്ങളാണ് എന്ന മനോഭാവം സിൽവി കൂടുതൽ വളർത്തിയെടുക്കണം എന്നെനിക്ക് പറയാനുണ്ട്. അതുപോലെ ഇറങ്ങിപ്പോയ ദുരാത്മാക്കൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഉലയ്ക്കുന്നതാണോ എന്ന ചോദ്യം തെറ്റാണ്. ഞാനത് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈശോയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷണം എടുത്തിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പം ഈശോയുടെ രക്തത്തെ കവച്ചു വെച്ച് ഒരു പിശാച് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും എന്നെനിക്ക് വിശ്വാസമില്ല. അത് ചിലരൊക്കെ പുലർത്തുന്ന ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് ഞാനത് ശക്തമായിട്ട് അതിനെ എതിർക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ സംരക്ഷണയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഉപകരണമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളല്ല പിശാചിനെ പുറത്താക്കുന്നത്, ഈശോയെ പുറത്താക്കുന്നത്. അപ്പോൾ ഈശോയുടെ നാമത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് സിൽവിയോട് പറയാനുള്ളത്, ഈശോയുടെ പ്രൊട്ടക്ഷൻ എടുത്തേ ഇത് ചെയ്യാവുള്ളൂ, അല്ലാതെ ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തനം പോലെയാണ്. അത് ശരിയല്ലല്ലോ. ഈശോയുടെ പ്രൊട്ടക്ഷൻ എടുക്കണം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. പിന്നെ പിശാചിനെ ഒത്തിരി അങ്ങ് വലുതാക്കണ്ട എന്ന് ഞാൻ പറയാനുള്ളത്. കഴിഞ്ഞ സിനഡിൽ മെത്രാന്മാർ ഇതേപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി എന്ന് എന്നോടൊരു മെത്രാൻ പറയുന്നു. ചില പ്രസ്ഥാനങ്ങളൊക്കെ പിശാചിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വലുതാക്കി വെച്ചിട്ട് ഈശോ ഒന്നുമല്ല, പിശാച് ഇങ്ങനെ കിടന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ പഠനമാണ്. അങ്ങനെ ഒരു ചിന്ത പുലർത്തേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിൽവി ചെയ്യേണ്ടത്, സിൽവി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നാമതായിട്ട്. കാരണം സിൽവി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. രക്തം തളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ രക്തം തളിച്ച് പ്രൊട്ടക്ഷൻ എടുത്ത് ആ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവ് ചെയ്യുന്ന സുവിശേഷ വേല അപ്രീഷിയേറ്റ് ചെയ്യണം. അദ്ദേഹം ചെയ്യുന്നുണ്ട് ചിലത്, അത് അപ്രീഷിയേറ്റ് ചെയ്യാനും അംഗീകരിക്കാനും ഒക്കെ സിൽവി മനഃപൂർവ്വം ഒന്ന് പരിശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ശുശ്രൂഷ വെറും ദൈവദാനമാണ്, നമ്മളൊന്നുമല്ല, ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ എന്നുള്ള ഒരു മനോഭാവം വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പെരുമാറ്റം വഴിയായിട്ട് അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കണം. 1 പത്രോസ് 3:1 എനിക്ക് പറയാനുള്ളത്. വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് ഭർത്താവിൻ്റെ രക്ഷയിലേക്ക് നയിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥന നേരുകയാണ്. അതുപോലെ തന്നെ സിൽവി ചെയ്യുന്ന ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനാ ശുശ്രൂഷകളെക്കുറിച്ച് ഞാൻ ഒരു നിമിഷം അഭിനന്ദിക്കുകൂടി ചെയ്യുകയാണ്. നല്ലൊരു കാര്യമാണ് സിൽവി ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപ്പറ്റി എന്താണ് നമ്മയ്ക്ക് പറയാനുള്ളത്? ഇവർ രണ്ടുപേരും വചനപ്രഘോഷകരാണ്. പക്ഷേ രണ്ടുപേരും വചന ശുശ്രൂഷകരാണെങ്കിൽ ഒരാൾ ഡെലിവറൻസ് പ്രയറാണ് നടത്തുന്നത്. അത് നടത്തുമ്പോൾ ശരിക്കും പ്രാർത്ഥിച്ച് ബന്ധിച്ചതിന് ശേഷം നടത്തിയാലേ അത് ഗുണകരമാവുകയുള്ളൂ. പിന്നെ ദൈവകൃപ ലഭിച്ചവർക്കല്ലേ ശുശ്രൂഷ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അപ്പം എല്ലാം ദാനമായി ദൈവം തന്നിട്ടു അത് ദാനമല്ല എന്ന കണക്കിന് നമ്മൾ തൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നെ ചെയ്യുക. അല്ല ദൈവത്തെ മഹത്വത്തിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്നും യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിനന്ദിക്കുകയും ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കൂടുതൽ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാം ദൈവത്തിന് ദാനമാണെന്ന മനോഭാവത്തോടു കൂടി ഇതിനെ കാണാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് നമ്മയുടെ അഭിപ്രായം. ടോമിസിനെ പറ്റി എന്ത് പറയുന്നു? എനിക്ക് ഇന്നത്തെ 2 കത്തും സുവിശേഷകരുടെ തന്നെ ആയതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയാണ് കടന്നു വരുന്നത്. നമ്മളെല്ലാം ശുശ്രൂഷകരാണ്. തീർച്ചയായിട്ടും ശരിക്കും 1 മണിക്കൂർ വചനം പറയണമെങ്കിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ വ്യാപരിക്കണമെങ്കിൽ
3 മണിക്കൂർ ഇവൻ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടിയിരിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ തിരക്കിനിടയിൽ പല ശുശ്രൂഷകർക്കും അത് സാധിക്കാതെ പോകുന്ന അവസരങ്ങളുണ്ട്. ഈ ബാറ്ററിയിലെ കറണ്ട് നിറയ്ക്കാതിരുന്നാൽ അത് സാവകാശം വീക്കായി പോവുകയും പ്രകാശമില്ലാതായി തീരുകയും ചെയ്യുമല്ലോ. എന്നതുപോലെ ശരിക്കും ആത്മാവിൻ്റെ ശക്തി നമ്മൾ നേടുന്നുണ്ടോ എന്നതൊരു വിലയിരുത്തലിന് ഇത് രണ്ടും ഒരുപോലെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തയാണ്. വചനപ്രഘോഷകരെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ശക്തി അത് ബോധ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ബലിയർപ്പണത്തിലൊക്കെ അത്രയും അത് സ്വീകരിക്കാൻ പറ്റിയാൽ ഒരു ശക്തിക്കും ഒരു ദുഷ്ടാരൂപിക്കും ഇവരുടെ അടുത്തോട്ട് വരാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞിട്ടാണെങ്കിൽ ഒരു ശക്തിയും കയറി വരില്ല. പക്ഷേ പ്രാർത്ഥിക്കാതെയും ഒരുങ്ങാതെയും ഒരു സാധാമട്ടിൽ സാത്താനോട് കളിക്കാൻ ചെന്നാൽ അവൻ തിരിച്ച് പ്രതികരിച്ച സംഭവ അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നത് നമുക്കറിയാം. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം പ്രാർത്ഥിച്ചൊരുങ്ങി മുന്നോട്ട് പോകുന്നത് നല്ലത്. 2, അച്ഛൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ ഇപ്പം ശുശ്രൂഷകർ ആളുകൾ കൂടുതൽ വരുന്നതും കൂടുതൽ പേർക്ക് ഈ സഹോദരിയുടെ ശുശ്രൂഷ താല്പര്യവുമായിട്ടുണ്ടെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ആ മനുഷ്യന് ചിലപ്പം സ്വാഭാവികമായ ഒരു ജലസി ഉണ്ടാകാം. അപ്പം അത് അതിന് ഓവർകം ചെയ്യാൻ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ടോൺസൺ പറഞ്ഞത്. മനസ്സിലായി. അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവട്ടെ. ടോൺസൺ ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം വിശുദ്ധ കുർബാനയുടെ ശക്തിയെ പറ്റിയാണ്. വളരെ ശരിയാണ്. ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്, വൈദികൻ തിരുരക്തമെടുത്ത് ഉയർത്തുമ്പോൾ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും വിറകൊള്ളുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് വലിയ ശക്തിയാണ്. ആ ബോധ്യം അതായത് ഉൾക്കൊണ്ട് ശക്തി സംഭരിച്ച് രണ്ടുപേരും ശുശ്രൂഷ ചെയ്യട്ടെ. പരസ്പരം കുറച്ചുകൂടെ ആദരിക്കാനും സ്നേഹിക്കാനും ഇടയാവട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് നീങ്ങുമ്പോൾ പ്രശ്നങ്ങൾ പരിഹൃതമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുക. നമുക്ക് ഈ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച ഈ 2 കുടുംബങ്ങളെയും, പ്രത്യേകിച്ചും 2 സുവിശേഷ പ്രേക്ഷിതരുടെ കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ. അവരുടെ നല്ല മനസ്സിനെ ഞങ്ങൾ പ്രത്യേകം കാണുന്നു. അങ്ങേക്ക് പ്രീതികരമായിട്ട് അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രീതികരമായ ശുശ്രൂഷ തുടരുവാൻ അവരുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കടന്നു ചെന്ന് ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് അങ്ങയുടെ തിരുഹിതം പോലെ ആ കുടുംബങ്ങൾ ദൈവോന്മുഖമായി മാറുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.